പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏവർക്കും അവസാന തിരുനാളിൻ്റെ മംഗളങ്ങൾ. മാസ് എൻട്രികളുടെ കാലമാണിത്. രാഷ്ട്രീയ നേതാക്കന്മാർ തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ പ്രചരണത്തിന് എത്തുന്നത് വളരെ രാജകീയമായാണ്. അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ PR വർക്കിൻ്റെ സഹകരണത്തോടെ ധാരാളം പേരെ സംഘടിപ്പിച്ച് മാസ് എൻട്രികൾ ആഘോഷിക്കുന്നു. സെലിബ്രിറ്റികളും ഇതുപോലെ മാസ് എൻട്രികൾ നടത്താറുണ്ട്. എന്നാൽ വ്യത്യസ്തമായ ഒരു എൻട്രിയുടെ ഓർമ്മയാണ് ഓശാനം. ഒരു PR വർക്കുമില്ലാതെ സാധാരണ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ പ്രതീക്ഷകളെ മുഴുവൻ ചുമലിലേറ്റിക്കൊണ്ട് ക്രിസ്തു ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്ന വളരെ സുന്ദരമായ ഒരു ഓർമ്മ. ജനത്തിൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു, സോളമൻ രാജാവിനെ പോലെ ക്രിസ്തുവും ജെറൂസലത്തേക്ക് വരും, ഒരു രാജാവിൻ്റെ രാജകീയ പ്രൗഢിയോടെ ഇസ്രായേൽക്കാരെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയോടെയാണ് അവർ യേശുവിനെ വരവേറ്റത്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഓശാന എന്ന വാക്ക്, ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആവർത്തിച്ചേറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ചവർ ഒരാഴ്ചയ്ക്കുള്ളിൽ അവനെ ക്രൂശിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും ഒരു വിരോധാഭാസമാണ്. എന്തുകൊണ്ടാണ് രാജാവായി എഴുന്നള്ളിയവൻ അവരുടെ മുൻപിൽ പരാജയപ്പെട്ടത് എന്ന് നമുക്കറിയാം. എല്ലാവരുടെയും പ്രതീക്ഷകൾ തിരിച്ചായിരുന്നു. രാജകീയ ഭാവങ്ങളോടെ ക്രിസ്തു ഇസ്രായേലിനെ മോചിപ്പിക്കുമെന്നവർ സ്വപ്നം കണ്ടപ്പോൾ വ്യത്യസ്തനായ ഒരു നേതാവായി ക്രിസ്തു മാറുകയായിരുന്നു. കഴുതപ്പുറത്ത് എളിമയുടെ, സ്നേഹത്തിൻ്റെ, വിനയത്തിൻ്റെ മാതൃകയായി ക്രിസ്തു പരിലസിക്കുന്നു. അങ്ങനെ ഒരു നേതാവിനെ ഉൾക്കൊള്ളാൻ അന്നും ഇന്നും അസാധ്യമാണ്. അതുതന്നെയാണ് അവനെ ക്രൂശിക്കാൻ ജനം ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഓശാന നമുക്ക് തരുന്ന മനോഹരമായ സന്ദേശങ്ങൾ ഇതാണ്. ആർക്കാണ് രക്ഷിക്കാനാവുക? രാജകീയ ഭാവങ്ങളോടെ വരുന്നവനല്ല രക്ഷിക്കാനാവുക. എളിമയോടെ കടന്നു വരുന്നവർക്കാണ്, ശാന്തതയോടെ നിലകൊള്ളുന്നവർക്കാണ് രക്ഷിക്കാനാവുക. ഈ രാഷ്ട്രങ്ങളെയോ കുടുംബങ്ങളെയോ സമൂഹങ്ങളെയോ രക്ഷിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ളവർക്കാണ്. ഇന്ന് യുദ്ധഭീഷണിയിൽ നാം ആകുലപ്പെടുമ്പോൾ ക്രിസ്തു എന്ന നേതാവ് നമ്മുടെ മുൻപിൽ വ്യത്യസ്തനായി നിലകൊള്ളുന്നു. അവൻ മനുഷ്യകുലത്തെ രക്ഷിച്ചത് തൻ്റെ സഹനങ്ങളിലൂടെയാണ്, ത്യാഗത്തിലൂടെയാണ്, എളിമയിലൂടെയാണ്. ഈ വിനയത്തിൻ്റെ ഭാവം ഉൾക്കൊള്ളുന്നവർക്ക് രക്ഷിക്കാനാവും. ഒരു കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭാവങ്ങളാണെങ്കിൽ ഒരിക്കലും ആ കുടുംബം രക്ഷപ്പെടില്ല. എളിമയോടും വിനയത്തോടും കൂടി കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുന്നവർക്കാണ് ആ കുടുംബത്തെ രക്ഷിക്കാനാവുക. ദൈവത്തിന് മുൻപിലും മനുഷ്യരുടെ മുൻപിലും ശാന്തതയോടെ എളിമയോടെ വർത്തിക്കാൻ സാധിക്കുക. സഹനങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് രക്ഷിക്കാൻ സാധിക്കും. സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കൊരിക്കലും രക്ഷിക്കാനാവില്ല. ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തത്, യേശു തൻ്റെ ശിഷ്യരോട് പറയുന്നുണ്ട്, ഒരു കഴുതയെ നിങ്ങൾ കാണും, ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. ഈ തിരുനാൾ നമ്മോട് പറയുന്നു, നിന്നെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. നീ എത്ര നിസ്സാരനായാലും, ഉപകാരമില്ലാത്തവനാണെന്ന് നിനക്ക് തോന്നിയാൽ, നിന്റെ കുടുംബത്തിൽ സമൂഹത്തിൽ നിനക്ക് അംഗീകാരമില്ലെങ്കിലും കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നിന്നെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആർക്കും വേണ്ടാത്തവനെയും കർത്താവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കർത്താവ് സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരുനാൾ നമുക്ക് തരുന്ന പ്രത്യാശയുടെ സന്ദേശം. എനിക്കും നിങ്ങൾക്കുമൊക്കെ കർത്താവിൻ്റെ കണ്ണിൽ വിലയുണ്ട്. ഒന്നുമല്ല എന്ന് കരുതാൻ നാം പരിശ്രമിക്കുമ്പോൾ നാം തളർന്നു പോകും. എന്നാൽ ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് നാം ചിന്തിക്കാം.
കർത്താവ് പ്രവാചകങ്ങളോട് പറഞ്ഞു വെച്ചില്ലേ, അറ്റമ പോലും മറന്നാൽ ഞാൻ നിന്നെ മറക്കില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ എനിക്ക് ബഹുമാന്യനും പ്രിയപ്പെട്ടവനുമാണ്. പലപ്പോഴും വീടുകളിൽ നീ ബോധമില്ലാത്ത കഴുത എന്നൊക്കെ അഭിസംബോധന ചെയ്യപ്പെടുന്ന അനുഭവങ്ങളുണ്ടാകും. ഒരു കഴുതയ്ക്ക് ഇത്രമാത്രം വില തമ്പുരാൻ കൊടുത്തുവെങ്കിൽ കർത്താവിന് സഞ്ചരിക്കാനുള്ള രാജകീയ പ്രവേശനത്തിനുള്ള മൃഗമായി കഴുത മാറിയെങ്കിൽ വിലയില്ലാത്ത നമ്മെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ വഞ്ചിക്കരയിൽ നിന്ന് അല്പം മാറ്റിയിട്ട് അതിലിരുന്ന് യേശു പഠിപ്പിച്ചത് ലൂക്കാസ് വിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഇതുപോലെ കർത്താവ് പഠിപ്പിക്കാനും സൗഖ്യപ്പെടുത്താനും കർത്താവിൻ്റെ സ്നേഹ സന്ദേശം പങ്കുവയ്ക്കാനും നമ്മെ ഓരോരുത്തരെയും ഉപകരണങ്ങളാക്കും എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. മൂന്നാമത്തെ ചിന്ത, ജനക്കൂട്ടം ആർപ്പ് വിളിച്ചപ്പോൾ അവരെ നിശബ്ദരാക്കാൻ പരിശ്രമിക്കുന്ന ജനക്കൂട്ടത്തിന് ഫരിസേയരെയും നിയമജ്ഞരെയും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യേശു പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ അധരങ്ങളിൽ നിന്നും സ്തുതിഗീതങ്ങൾ ഉയരും. ദൈവത്തെ സ്തുതിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉച്ചത്തിലായിരിക്കും സ്തുതിഗീതങ്ങൾ ഉയരുക. സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ, സഭ തകർക്കപ്പെടുമ്പോൾ കൂടുതൽ പ്രത്യാശയോടെ ദൈവത്തെ വിളിക്കുന്ന സമൂഹങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രത്യാശ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. നമുക്കും യേശുവിനെതിരേറ്റ ജനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹോശാന, ദൈവമേ രക്ഷിക്കണമേ. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട കാലം ആയി മാറുന്നു എന്ന് നാം തിരിച്ചറിയുക. യുദ്ധഭീഷണികളും ആധുനിക ലോകത്തിൻ്റെ പ്രത്യേകതകളുമൊക്കെ നമ്മെ നശിപ്പിക്കുമ്പോൾ നമുക്കുറക്കെ വിളിക്കാം, ഹോശാന, ദൈവമേ രക്ഷിക്കണമേ. ആ വിളി കേൾക്കുന്ന ഒരു ദൈവം നമ്മെയും അതിനുള്ള ഒരു ഉപകരണമാക്കട്ടെ ഈ ലോകത്തെ രക്ഷിക്കാൻ. കാരുണ്യവാനായ നല്ല ദൈവമേ, നിന്റെ രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങൾ ഒന്നു ചേർന്ന് നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ സാന്നിധ്യം കൊണ്ട് യെരൂശലേം വീഥികളെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും യെരൂശലേം നിവാസികളെ അനുഗ്രഹിച്ചവൻ്റെ സ്നേഹവും നമ്മെല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.